എല്ലാ മലയാളികൾക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഓണമാണ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ ഒരു വിഭവ സംബന്ധമായ ഒരു സദ്യയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ സദ്യയ്ക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട കറികളിലൊന്നാണ് നമ്മുടെ ഇഞ്ചിക്കറി. അപ്പോൾ ഇഞ്ചിക്കറി എങ്ങനെ പഴയ അമ്മമാരുടെ ഒരു സ്റ്റൈലിൽ ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും പുതിയ ആൾക്കാർക്കും തുടക്കക്കാർക്കും ഉണ്ടാക്കാവുന്ന രീതിയിൽ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഇഞ്ചി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇഞ്ചി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞതുണ്ട്. ഉള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞതാണിത്. പിന്നെ നമുക്ക് കറിവേപ്പില, ഉലുവാപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, ശർക്കര, വാളംപുളി പിഴിഞ്ഞത്. അടുപ്പത്ത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി നമ്മൾ വറുത്ത് കോരും. ചേച്ചി, ഇനി നമ്മൾ ഇഞ്ചി വറുത്തിട്ട് ഇതിനി എന്താ ചെയ്യുന്നത്? വറുത്ത് പൊടിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇഞ്ചിയും ഉള്ളിയും മുളകും കൂടി മൂപ്പിക്കണം. മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മള് പുളിവെള്ളം ഒഴിച്ച് ശർക്കര ഇട്ട് കായപ്പൊടി, ഉലുവപ്പൊടി, മുളക് പൊടി, ശർക്കര, കരിവേപ്പില മൊത്തം. ഓക്കെ. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വഴിയെ കാണാം. ഇപ്പൊ ഇഞ്ചി മൂത്തോണ്ടിരിക്കുകയാണ്. നല്ലോണം മൂക്കണം. അങ്ങനെ മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റില്ല. എണ്ണ ഇത് പാകമാണോ? എണ്ണ ഇത് ഇത്രയും മതി? നമ്മൾ ഇത്രയും ഇഞ്ചിക്ക് മതി. ഞാൻ പൊടി മറ്റേ ഇത് ഉണ്ടാക്കാൻ ഇത് തന്നെ മതി. എണ്ണ ഇത് തന്നെ മതി. ഓക്കെ. ഉണ്ടാക്കുന്നത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. നമ്മുടെ മെയ്ഡാണ് ശാന്ത ചേച്ചി. കടുക് പൊട്ടിക്കണതും ഉള്ളി കരിവേപ്പിലും മൂപ്പിക്കണത്. അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ പോവാണല്ലേ. ഇഞ്ചി വറുത്ത് കോരിയ എണ്ണ തന്നെയാണ്, വേറെ എണ്ണയൊന്നും ആഡ് ചെയ്തിട്ടില്ല. എണ്ണ കൂടുതലാണെങ്കിൽ എടുത്ത് മാറ്റി. ശാന്ത ചേച്ചി എന്താ ഉണ്ടാക്കുന്നത്? ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി എന്തിനാ? ഓണത്തിന് കൂട്ടാൻ അല്ലേ? അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ടു. ഇനി അടുത്ത് എന്താ ശാന്ത ചേച്ചി? ഉലുവ പൊടിച്ചത്. കായം ഇടാൻ പോണേ. കായം, ശർക്കര ചീകിയത്. കായം ഇതെടുത്തോ, പുളിവെള്ളം എടുത്ത് വെച്ച് വാളംപുളി ഒഴിച്ചത് കഴിഞ്ഞത്. ഇനി ഇതിടാൻ പോണേ. ഇഞ്ചി പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി. എന്താ അഭിപ്രായം? ഇപ്പൊ ഉപ്പും പുളിയും എല്ലാം പാകാണ്. കൂട്ടി ഇത് നമ്മളുടെ ഇഞ്ചിക്കറി ടേസ്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ അമ്മയാണ്. അമ്മ നോക്കട്ടെ. അതെ,
കുട്ടി നോക്കി. അടിപൊളി. അടിപൊളി, നന്നായിട്ട്. എന്താണ് നമ്മുടെ ഇഞ്ചിക്കറിയിൽ നിന്നും വ്യത്യാസം ശാന്ത ചേച്ചിയുടെ ഇഞ്ചിക്കറിയിൽ? ഇത് ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നു. നന്നായിട്ടുണ്ട് ശാന്ത ചേച്ചി. നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഓരോരുത്തരെയും അറിയാമല്ലോ നമുക്ക് പ്രത്യേകിച്ച്. അതുകൊണ്ട് നന്നായി. കൃപക്കുട്ടി ഓക്കെ ആണോ? ഇഞ്ചിക്കറി ഓക്കെ? ഓക്കെ, ടേസ്റ്റി. പിന്നെ ഓക്കെ. അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? ഓക്കെ, ഹാപ്പി ഓണം പറയും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ചേച്ചിങ്ങളോടൊപ്പം ഹാപ്പി ഓണം. ഞാൻ ഇവിടെ നിന്നോളാം.